ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, ഫൺഫെറ്റി കേക്കാണ്. ഇതൊരു ഫൺഫെറ്റി കേക്കിൻ്റെ ബർത്ത്ഡേ കേക്കായിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നമ്മളിത് കട്ട് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 4 എഗ്സ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഹോളായിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം ക്രീം ഓഫ് ടാർട്ടാർ ചേർത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കണം. എഗ്ഗ് ഇപ്പോൾ നന്നായി ബീറ്റായി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇതുപോലെ നല്ലതുപോലെ ഫ്ലഫി ആക്കി എടുക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള 1/4 കപ്പ് പാലും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഫ്ലോറും ബാക്കിയുള്ള ചേരുവകളും ചേർക്കാം. 1/4 കപ്പ് ഫ്ലോറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒന്നാകെ ഒറ്റത്തവണ ചേർക്കുമ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തത് പെട്ടെന്ന് തന്നെ അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഓയിലും മിൽക്കും മിക്സ് ചെയ്തതിന് പകരം 1/2 കപ്പ് ഓയിൽ മാത്രം അങ്ങനെ ചേർത്താലും മതി. അതല്ലെങ്കിൽ 1/2 കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂൺ മിൽക്കും അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിനകത്തല്ല, സ്റ്റൗ ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രഷർ കുക്കറോ നോൺ സ്റ്റിക്ക് പാനോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാകാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മിൽക്കും ഓയിലും ചേർന്നിട്ടുള്ള മിക്സിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്ററിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫൺഫെറ്റി കേക്ക് സാധാരണ നോർമൽ കേക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. ഒരു എക്സ്ട്രാ ഓയിലിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്പ്രിങ്കിൾസ്. നമുക്ക് വീട്ടിലുണ്ടാക്കാം, പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും. 200 ഗ്രാമിന് 50 രൂപയെ വില വരുന്നേ ഉള്ളൂ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് സ്പ്രിങ്കിൾസ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ നല്ല കളർഫുള്ളായിട്ടായിരിക്കും കേക്ക് ഉണ്ടാവുക. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴൊക്കെ നല്ല ഒരു റെയിൻബോ കളറ് ഇങ്ങനെ അവിടെയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാന് 7 ഇഞ്ചിൻ്റെ പാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് നല്ലതുപോലെ. ഇതിനകത്തേക്ക് ഒരല്പം ഓയിൽ ചേർത്തൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ഒന്ന് നല്ലതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ച് 25 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. റെഡി ആയിട്ടില്ലെങ്കിൽ വെച്ചാൽ മതി. പിന്നെ ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 170 ഡിഗ്രിയിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഓവനില്ലാതെ അങ്ങനെ മണലോ ഉപ്പോ ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരാണ് അങ്ങനെയും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 25 മിനിറ്റ് ആയപ്പോൾ കേക്ക് പുറത്ത് എടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കണം. കേക്ക് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി വെക്കാം. നോർമലി ഇങ്ങനെ എഗ്ഗ് വെച്ചിട്ട് ഞാൻ കേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എഗ്ഗിൻ്റെ സ്മെല്ലുണ്ടാവില്ല. ബേക്കായിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എഗ്ഗിൻ്റെ സ്മെല്ലുണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ മിക്കവാറും കേക്ക്സ് രാത്രിയാണ് തയ്യാറാക്കാറ്. തണുക്കാനായിട്ട് രാവിലെ തണുത്തതിന് ശേഷമാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന്
മൂന്നായിട്ട് കട്ട് ചെയ്യണം, 3 ലെയറായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് 660 ഗ്രാം വെയിറ്റ് വന്നിട്ടുണ്ട്, ഈ ഒരു ബേസ് കേക്ക് വരുന്നത്. ഇനി ഇതൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് നനച്ച് കൊടുക്കാം. 1 കപ്പ് ഷുഗറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുക്കാം. അതാണ് ഷുഗർ സിറപ്പ്. നമ്മൾ പാനിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടുള്ള ടിപ്പ് വിൽട്ടൻ്റെ 7H9 എന്ന് പറയുന്നതാണ്. നമുക്കത് 100 പൈപ്പിംഗ് ടിപ്സ് 34 മറ്റോ ആണ് നമ്പർ വരുന്നത്. ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സിലൊക്കെ വാങ്ങിക്കാനുണ്ട്. 2 ലെയറും അങ്ങനെ ചെയ്തതിന് ശേഷം 3rd ലെയർ വെച്ച് കേക്ക് മൊത്തമായിട്ട് ഐസിങ് വെച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കുക. ഒന്ന് സ്മൂത്താക്കി എടുക്കുക, സൈഡും അതുപോലെ മുകൾ ഭാഗം എല്ലാം. അപ്പോൾ ഞാനിവിടെ കേക്ക് മൊത്തമായിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ സ്പ്രിങ്കിൾസ് കവർ ചെയ്തെടുക്കണം. ഫൺഫെറ്റി കേക്കിൻ്റെ പ്രത്യേകത ഇതിൻ്റെ നമ്മൾ ബാറ്ററിനകത്തും അതുപോലെ പുറത്തും ഈ കോൺഫെറ്റി അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ കേക്കാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ മെൽറ്റഡ് ചോക്ലേറ്റ്സ് വെച്ചിട്ട് നെയിം എഴുതുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത് 100 പൈപ്പിംഗ് ടിപ്സിലെ 0 ആണ്. സൂപ്പർ ഫൈനായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ എഴുതുന്ന രീതിയിൽ ഉപയോഗിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സൈഡൊക്കെ ഞാൻ കവർ ചെയ്തു. എന്നിട്ട് മുകളിൽ പേര് എഴുതിയതിന് ശേഷമാണ് മുകളിൽ സ്പ്രിങ്കിൾസ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിൻ്റെ മുൻപായിട്ട് കുറച്ച് ക്രീം, നമ്മൾ 1 കപ്പ് ക്രീം വിപ്പ് ചെയ്തതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് ആ ക്രീം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്രീം നമ്മൾ നേരത്തെ ഞാൻ ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണിത്, ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ അത് ബാക്കിയുള്ളതായിരുന്നു. അത് വെച്ചിട്ട് ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ആ ക്രീമാണ് യൂസ് ചെയ്തത്. കുറച്ച് നേരത്തേത് കുറച്ച് ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രിങ്കിൾസ് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ആ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.